എല്ലാവർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ഇതൊരു ഇംഗ്ലീഷ് സീരീസ് ആണ്, ജിനി മേക്ക് എ വിഷ്. ഇതൊരു ദക്ഷിണ കൊറിയൻ ഫാന്റസി റൊമാൻറ്റിക് കോമഡി മൂവിയാണ്. ഒക്ടോബർ 3 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മൂവി ടൊർണാഡോ. ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഒരു ആക്ഷൻ ഡ്രാമ ചിത്രമാണ് ടൊർണാഡോ. ജോൺ മക്ലെയിൻ രചനയും സംവിധാനം നിർവഹിച്ച ഈ മൂവി ഒക്ടോബർ 10 ലയൺസ് ഗേറ്റ് പ്ലേയിലൂടെ OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത മൂവി ദ വുമൺ ഇൻ ക്യാബിൻ 10. സൈമൺ സ്റ്റോൺ സംവിധാനം ചെയ്തൊരു സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രമാണ് ദ വുമൺ ഇൻ ക്യാബിൻ 10. നെറ്റ്ഫ്ലിക്സിലൂടെ ഒക്ടോബർ 10 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത മൂവി ദി റെസറക്റ്റഡ്. ഒരു അമേരിക്കൻ അമാനുഷിക ഹൊറർ ചിത്രമാണ് ദി റെസറക്റ്റഡ്. നെറ്റ്ഫ്ലിക്സിലൂടെ ഒക്ടോബർ 10 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത മൂവി മിറായി. തേജ സജ്ജയെ കേന്ദ്ര കഥാപാത്രമാക്കി കാർത്തിക് കട്ടന്നേനി സംവിധാനം ചെയ്തൊരു ആക്ഷൻ അഡ്വഞ്ചർ ഫാന്റസി ത്രില്ലർ മൂവിയാണ് മിറായി. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 10 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത മൂവി ദേ കോൾ ഹിം ഓജി. സുജീത് രചനയും സംവിധാനം നിർവഹിച്ച ഈ മൂവി ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 30 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത മൂവി മിറാഷ്. ആസിഫ് അലി, അപർണ ബാലമുരളി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജീത്തു ജോസഫ് സംവിധാനം ചെയ്തൊരു ത്രില്ലർ മൂവിയാണ് മിറാഷ്. സോണി ലീവിലൂടെ ഒക്ടോബർ 23 റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മൂവി തലവര. അർജുൻ അശോകൻ, രേവതി ശർമ്മ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഖിൽ അനിൽകുമാർ രചനയും സംവിധാനം നിർവഹിച്ചൊരു സിനിമയാണ് തലവര. ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്ക് ഇത് OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മലയാളം മൂവി ആഭ്യന്തര കുറ്റവാളി. ആസിഫ് അലി, തുളസി ജഗദീഷ്, ഹരിശ്രീ അശോകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ സേദ്നാഥ് പത്മകുമാർ രചനയും സംവിധാനം നിർവഹിച്ചൊരു കോമഡി മൂവിയാണ് ആഭ്യന്തര കുറ്റവാളി. C5ലൂടെ ഒക്ടോബർ 17 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത മലയാളം മൂവി മേനെ പ്യാർ കിയ. ഹൃദു ഹാരൂൺ, പ്രീതി മുകുന്ദൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഫൈസൽ ഫസലുദ്ദീൻ സംവിധാനം ചെയ്തൊരു കോമഡി ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് മേനെ പ്യാർ കിയ. ആമസോൺ പ്രൈമിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മലയാളം മൂവി ലോക ചാപ്റ്റർ 1 ചന്ദ്ര. കല്യാണി പ്രിയദർശൻ, നസ്ലിൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ദുൽഖർ സൽമാൻ ബാനറായ വേഫറർ ഫിലിംസ് നിർമ്മിച്ച് ഡൊമിനിക് കരുൺ സംവിധാനം ചെയ്തൊരു സൂപ്പർ ഹീറോ ചിത്രമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. നെറ്റ്ഫ്ലിക്സിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കുന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ദീപാവലിയോടനുബന്ധിച്ചു അല്ലെങ്കിൽ ഒക്ടോബർ മാസം 23 ഇത് OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ആളങ്കം. ലുക്മാൻ, ജാഫർ ഇടുക്കി, ശരണ്യ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാക്കി ഷാനി ഖാദർ സംവിധാനം ചെയ്ത ഒരു കോമഡി ആക്ഷൻ ചിത്രമാണ് ആളങ്കം. മനോരമ മാക്സ് വഴി ഉടൻ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഒരു മലയാളം സീരീസ് ആണ് ഫാർമ. PR അരുൺ രചനയും സംവിധാനവും നിർവഹിച്ച് നിവിൻ പോളി നായകനാകുന്ന ആദ്യ വെബ് സീരീസ് ആണ് ഫാർമ. ഒരു ഗുളികയുടെ കവറിനുള്ളിൽ കിടക്കുന്ന നിവിനെയാണ് പോസ്റ്ററിൽ കാണാൻ കഴിയുന്നത്. ഒരു സെയിൽസ്മാന്റെ കഥയാണ് സിനിമ പറയുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഒക്ടോബർ 24 റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് രാമചന്ദ്ര ബോസ് ആൻഡ് കോ. നിവിൻ പോളിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഹനീഷ് അദയനി സംവിധാനം ചെയ്ത മലയാളം ആക്ഷൻ കോമഡി ചിത്രമാണ് രാമചന്ദ്ര ബോസ് ആൻഡ് കോ. ആമസോൺ പ്രൈം വീഡിയോ വഴി ഉടൻ റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മൂവി ഇൻസൈഡ് ഫ്യൂരിയോസ. ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ മൂവിയാണ് ഇൻസൈഡ് ഫ്യൂരിയോസ. നെറ്റ്ഫ്ലിക്സിലൂടെ ഒക്ടോബർ 15 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു തമിഴ് മൂവിയാണ് മദ്രാസി. ശിവകാർത്തികേയനെ കേന്ദ്ര കഥാപാത്രമാക്കി AR മുരുകദാസ് രചനയും സംവിധാനം നിർവഹിച്ച ഒരു സൈക്കോളജിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് മദ്രാസി. ആമസോൺ പ്രൈമിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു ഹിന്ദി മൂവിയാണ് വാർ 2. ഹൃതിക് റോഷൻ, NTR ജൂനിയർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അയൻ മുഖർജി സംവിധാനം ചെയ്തൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് വാർ 2. നെറ്റ്ഫ്ലിക്സിലൂടെ ഒക്ടോബർ 9 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഫ്രാങ്കൻസ്റ്റീൻ. ഇതൊരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ഫിലിമാണ്. നെറ്റ്ഫ്ലിക്സ് വഴി നവംബർ 7 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു സീരീസാണ് ദ നൈന മർഡർ കേസ്. ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സീരീസാണ്. ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഒക്ടോബർ 10 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു ഹിന്ദി മൂവിയാണ് പരം സുന്ദരി. സിദ്ധാർത്ഥ് മൽഹോത്ര, ജാൻവി കപൂർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തുഷാർ ജലോട്ട സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് പരം സുന്ദരി. ആമസോൺ പ്രൈമാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 24 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു കന്നഡ മൂവിയാണ് ഏലുമലൈ. റാണയെ കേന്ദ്ര കഥാപാത്രമാക്കി പുനീത് രംഗസ്വാമി രചനയും സംവിധാനം നിർവഹിച്ച ഒരു റൊമാൻറ്റിക് ത്രില്ലർ ചിത്രമാണ് എലുമലൈ. C5 ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇതിന്റെ റിലീസിംഗ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഒക്ടോബർ 17 റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു തമിഴ് സീരീസാണ് ദ മദ്രാസ് മിസ്റ്ററി. നസ്രിയ നാസിം നാസർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സൂര്യപ്രതാപ് സംവിധാനം ചെയ്തൊരു ത്രില്ലർ സീരീസാണ് ദ മദ്രാസ് മിസ്റ്ററി. സോണി ലീവിലൂടെ നവംബർ 6 ഇത് OTTയിൽ റിലീസ് ചെയ്യും. ഒരു ഹിന്ദി മൂവിയാണ് ബാഗി 4. സഞ്ജയ് ദത്തിനെ നായകനാക്കി ഹർഷ സംവിധാനം ചെയ്തൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ബാഗി 4. ആമസോൺ പ്രൈമാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 31 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ഭഗവത് ചാപ്റ്റർ 1 രാക്ഷസ്.
അക്ഷയ് ശ്രീ സംവിധാനം ചെയ്ത ഈ മൂവി ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. C5 ഒക്ടോബർ 17 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ്. ഒരു അമേരിക്കൻ അമാനുഷിക ഹൊറർ ചിത്രമാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഒക്ടോബർ 16 ഇത് OTTയിൽ റിലീസ് ചെയ്യും. ഒരു തെലുങ്ക് മൂവിയാണ് കിഷ്കിന്ധാപുരി. അനുപമ പരമേശ്വരൻ, വെല്ലംകൊണ്ട ശ്രീനിവാസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കൗശിക് പഗല്ലപതി സംവിധാനം ചെയ്തൊരു ഹൊറർ ത്രില്ലർ ചിത്രമാണ് കിഷ്കിന്ധാപുരി. C5 ഒക്ടോബർ 17 ഇത് OTTയിൽ റിലീസ് ചെയ്യും.